ഹലോ ഗൈസ്, നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഈ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നല്ലോണം തൊലി കളഞ്ഞ് വൃത്തിയാക്കി ചതയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിനകത്ത് 2 കിങ്കരന്മാർ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലല്ലു, പിന്നെ ഒന്ന് പങ്കു. പിന്നെ ചിക്കനിൽ മസാലയെല്ലാം പുരട്ടിയ ശേഷം ഞാനിത് അരിയാണ് അളന്നെടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് കുറച്ച് നേരം പൊതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ എണ്ണയിലേക്ക് കാഷ്യൂ, കിസ്മിസ് എല്ലാം വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ചിക്കനും വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ, ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ റൈസ് എല്ലാം വറുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് വേവാൻ വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ പിന്നെ ചിക്കനുള്ള മസാലയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ മസാല എല്ലാം ഏകദേശം ആയി വന്ന ശേഷം നമുക്ക് ഈ റൈസെല്ലാം ലെയറാക്കി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച് ഉള്ളിയൊക്കെ ഇട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അത് ദം ചെയ്തെടുക്കണേ. അതിനുശേഷം ഞാൻ വീട്ടിലുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലല്ലു, പങ്കു ഇവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. നമ്മൾ തുണി വിരിച്ചിടാൻ പോയതായിരുന്നു ഒരു ഗ്യാപ്പിൽ. നമ്മളെ കൂടെ ഈ പങ്കും ലല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നാലെ കൂടിക്കോളൂ കേട്ടോ. ഇത് ഇവർ രണ്ടുപേരും. പിന്നെ ഇവരുടെ കളിയൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഞാൻ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് അവിടേക്കെല്ലാം വന്നോളും. പിന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ച് നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളത് ചിക്കനും മസാലയെല്ലാം മാറ്റിയെടുത്ത് കഴിച്ച് നോക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാനൊരു യൂട്യൂബ് വീഡിയോ ഇന്നലെ നോക്കിയിട്ട് അതിൻ്റെ റെഫറൻസ് വെച്ച് ഉണ്ടാക്കിയതാണ് ഗൈസ്. അടിപൊളിയായിരുന്നു.